വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നടുവിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. കർത്താവിൻ്റെ വലിയ ശക്തമായ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് സർവീസിന് വന്ന സമയം മുതൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനിടയായി. എൻ്റെ ഒരു സാക്ഷ്യമാണ്. ആദ്യത്തെ പാട്ടിൻ്റെ ഒരു വരികൾ പാടിയപ്പോൾ തന്നെ ഗോഡ് ഈസ് പവർ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ അകത്തൊരു ഭയങ്കരമായ ബലം എന്നെ ഉണ്ടാകുവാനിടയായി. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഇംഗ്ലീഷ് സർവീസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആസനയിലൂടെ വളരെ വിലയേറിയതായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഇന്ന് പകൽക്കാലം കേൾപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം ഒത്തിരി ആമുഖങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ മെസ്സേജുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് ഭാരപ്പെടുകയാണ് ഇതെങ്ങനെ അരമണിക്കൂറാക്കാമെന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധി വന്നാൽ നമുക്ക് ഡെലിവറൻസ് ഉണ്ട്, രോഗശാന്തി ഉണ്ട്, മിറക്കളുണ്ട്, എല്ലാ വരങ്ങളും ഓപ്പറേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം സുവിശേഷം വായിച്ചപ്പോൾ കർത്താവിൻ്റെ ആ സുവിശേഷത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ദൈവ രാജ്യത്തെക്കുറിച്ചും സുവിശേഷിച്ചും ഉപദേശിച്ചും കൊണ്ട് അവരുടെ ഇടയിൽ സഞ്ചരിച്ചു. അപ്പോൾ ഈ സുവിശേഷം മാത്രമല്ല, ഉപദേശമുണ്ട്. ഇന്ന് പകൽക്കാലം ചില ഇൻസ്ട്രക്ഷനുകളിലേക്ക് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമിനയുടെ സാക്ഷ്യം കേട്ടു. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ഈ ഭാരമില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും പൊളിയാണ്. അതൊക്കെ വ്യാജഭാവമാണ്, കപടഭാവമാണ്. കാര്യം ഞാൻ നമ്മളെ പൗലോസിൻ്റെ ലേഖനങ്ങളും പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് 14 ലേഖനങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർച്ചീഫ് ഒരാളുടെ മേലിട്ടാൽ അത് എഴുന്നേറ്റ് പോകും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും. പൗലോസ് പറയുകയാണ്, അപ്പോസ്തലർ 27-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ 276 പേര് യാത്ര ചെയ്ത കപ്പൽ പല പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി. ഈശാന മൂലനടിച്ച് കപ്പൽ തകരാൻ പോയ പൗലോസ് പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശയമെല്ലാം ഞങ്ങൾക്ക് അറ്റുപോയി. സ്തോത്രം, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ പൗലോസിനും പറയുന്നു, ഞങ്ങൾക്ക് അത്യന്തം, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി നിരാശ തോന്നി. ഹല്ലേലൂയ. ഒരു ഭക്തന് നിരാശ ഉണ്ടാകും, അവൻ്റെ ആശ അറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ പതറിപ്പോകാതെ ഇന്ന് പകലിൽ കേട്ടതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, നാം കർത്താവിൻ്റെ കൈകളിലാണ്, നാം അവന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് യൂദ തരുന്നതായിട്ടുള്ള മെസ്സേജ്. ഞാനതുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേഗം ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് ഇംഗ്ലീഷോടെ ഒന്ന് വായിച്ചാട്ടെ, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, ആർക്കെങ്കിലും വായിക്കാം. അത് എന്നെ വളരെ ചിന്തിപ്പാനിടയായിത്തീർന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരുപക്ഷെ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര ആത്മീയരാണെന്നൊക്കെ നമുക്ക് തോന്നും. സ്തോത്രം. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഈ ദേശത്ത് കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. സ്തോത്രം. യാക്കോബ് ഏലിയാവിനെ കുറിച്ച് പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം, 3.5 വർഷം മഴ പെയ്തില്ല. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. എന്നാൽ ഒരു സമയം ഇസബെല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ ഏലിയാവ് മരിക്കുവാൻ ആഗ്രഹിച്ചു. സ്തോത്രം. ബാലിൻ്റെ 450 പ്രവാചകന്മാരെ വെട്ടിക്കൊന്നവൻ, സാറബാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ, അഭിഷേകമുള്ളവൻ,
ശക്തനായ ദൈവദാസൻ ഒരു ഭീഷണി മുമ്പിൽ, പിശാചിൻ്റെ ഒരു ചെറിയൊരു ത്രട്ടിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് മരിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പം നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്, സ്തോത്രം പ്രിയമുള്ളവരെ, നിൽക്കുന്നു നമുക്ക് തോന്നിപ്പോകാം. നമ്മൾ ആത്മീയരായോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നുണ്ട് തോന്നിയാൽ വീഴാതിരിപ്പാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ മെസ്സേജ് ഇതാണ്. ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിലാണ് ഈ മെസ്സേജ് പറയുന്നത് പൗലോസ്. അത് തൊട്ട് മുമ്പിലത്തെ വാക്യം 10-ാമത്തെ വാക്യം 11. ഈ ലോക അവസാനം വന്നിരിക്കുന്ന നമുക്ക്, ദൈവമക്കളായ നമുക്ക്, ഇതൊരു ഇൻസ്ട്രക്ഷനായിട്ട് വന്നിരിക്കുകയാണ്, ഒരു ബുദ്ധി ഉപദേശം, ഒരു അഡ്വൈസായിട്ട് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇത് ഏതിനെ ദൃഷ്ടാന്തമാകുന്നു? ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവർ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. 40 വർഷം അവർ ഒരേ ആത്മീയ ആഹാരം തിന്നു, പാനീയം കുടിച്ചു. 40 വർഷം അവരെ ഒരു പാറ ഫോളോ ചെയ്തു. ആ പാറ ക്രിസ്തുവായി. എന്നാൽ യേശു ക്രിസ്തുവാണ് അവരുടെ പുറകിലുണ്ടെന്ന് അവർക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്, അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, അതിൻ്റെ 1 Corinthians 10-ന്റെ 5-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. സമയത്തിന് ചുരുക്കം, പെട്ടെന്ന് പോകാം. ഞാൻ അല്പം സ്പീഡിൽ പോവുകയാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. സ്തോത്രം. ഇത് തന്നെ നമ്മൾ യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ, യൂദായുടെ ലേഖനം എത്ര അധ്യായമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യൂദാ, നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ, നിങ്ങളെ റിമൈൻഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇന്ന് പകൽക്കാലം കേട്ട, ഇംഗ്ലീഷ് സർവീസിൽ കേട്ട കർത്താവ് മെസ്സേജിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ മാത്രമാണ്. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് വിശ്വസിക്കേണ്ടത്? എനിക്കൊന്ന് പാസ്റ്റർ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് എൻ്റെ ഓർമ്മ. ഞാനത് കേട്ടു. നാം എന്താണ് വിശ്വസിക്കേണ്ടത്? ആമേൻ. സ്തോത്രം. നാം വിശ്വസിക്കാതെ അല്ലെങ്കിൽ എൻ്റെ ജോലിക്കൊരു മാറ്റം വരും, ഓക്കെ ഗുഡ്, പ്രൊമോഷൻ കിട്ടും, ശമ്പളം വർദ്ധിപ്പിക്കും, എനിക്ക് നല്ലൊരു ഭവനം തരും, നല്ലൊരു വാഹനം തരും, എൻ്റെ പൊസിഷൻ മാറ്റും, ഓക്കെ. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം ഇവിടെ വെച്ച് തീരും. ഇതെല്ലാം ഇവിടെ വെച്ച് തീരും. ഒരുപക്ഷെ നമുക്ക് സൗഖ്യമാകും, രോഗത്തിന് വിടുതലുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇത് ഈ ഭൂമിയിൽ നമ്മുടെ മരണത്തോട് അവസാനിക്കും. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ മോസ്റ്റ് ഹോളി ഫെയ്ത്തിനെ കുറിച്ചാണ്. അതാണ് കർത്താവ് ആ 5000-6000 പേര് അടുത്തോട്ട് വന്നപ്പോൾ ആ മോസ്റ്റ് ഹോളി ഫെയ്ത്തിനോട്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, കർത്താവ് പ്രസംഗിച്ചുകൊണ്ട് വിവരിക്കുന്നില്ല. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ വന്നു. യേശുവിനെ വിശ്വസിച്ചാൽ, അവൻ്റെ അടുക്കൽ വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ആ വഴിയിൽ കൂടെ നടക്കുവാനായിട്ട് കഴിയുമോ? കർത്താവ് പറഞ്ഞു, ഈ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ്. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. എന്നാൽ ഇതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇതിനകത്തൂടെ പൊയ്ക്കുള്ളൂ. കാരണം 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ രാജകീയ പുരോഹിത വർഗമാകണമെങ്കിൽ അവൻ്റെ യോഗ്യതയ്ക്കൊത്ത് നമ്മൾ നടക്കണം.
അവൻ്റെ ഇമേജ് പ്രാപിച്ചവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ ഈ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ ചിന്തിച്ചൊരു ഭാഗമാണ്, കർത്താവിൻ്റെ ഇമേജ് നമ്മളിലുണ്ടോ? കർത്താവിൻ്റെ ആ ഡിവൈൻ നേച്ചർ നമ്മളിലുണ്ടോ? കർത്താവ് തൻ്റെ അടുക്കൽ മാനസികമായി കർത്താവിനെ ടോർച്ചർ ചെയ്തവർ, ശാരീരികമായി ടോർച്ചർ ചെയ്തവർ, മെന്റലി ഫിസിക്കലി വെർബലി അബ്യൂസ് ചെയ്തവർ. ആമേൻ. പത്രോസ് എഴുതുന്നവന് ഒരു വാക്ക് പോലും ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവയെങ്കിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം. ഈ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാണ്, 10:5. അവളെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് കാണാൻ നിങ്ങൾ, നമുക്കൊരു ബുദ്ധിപദേശം, നമ്മളിത് ഓർക്കണം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം അവരെക്കാൾ ഒട്ടും മോശമല്ല. ഞാൻ വിചാരിക്കുന്നത് ഇവര് അവരെക്കാൾ വളരെ മോശമാണ് ഞാനെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതില് എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? 2-3 കാര്യങ്ങൾ താഴ്ത്തു വായിക്കാൻ നിങ്ങൾക്കറിയാം. ഞാനത് വിവരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും വിവരിക്കാനായിട്ട് അത് വിവരിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, അവരുടെ ദുർമോഹമായിരുന്നു, കൺമോഹം, ദുഷിച്ച മോഹങ്ങൾ. അവർക്ക് ചില മോഹങ്ങളാണ്. സ്തോത്രം. അപ്പോൾ അവർക്ക് ഈ കനാൻ ദേശത്തോട്ട് പോകുമ്പോൾ പാലും തേനും, ഇവർ ചെല്ലുന്നിടമെല്ലാം പാലും തേനും നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇവർക്ക് ചെല്ലുന്നിടം പാലും തേനും വേണം. നമ്മുടെ എല്ലാം ലൈഫിൽ ഇതാണ്. നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം, ഇൻസ്റ്റന്റ് ഡെലിവറൻസ് വേണം. നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനോ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനോ, അവൻ്റെ വഴികളെ അറിയുവാനോ, അവൻ്റെ പാതകൾ, അവൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുവാനോ പലപ്പോഴും നമ്മൾക്ക് സമയമില്ല, നമുക്കതിനായിട്ടുള്ള ഒരുക്കങ്ങളുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുന്ന ഒന്ന്, അതിൻ്റെ സ്തോത്രം, പൗലോസ് പറയുന്ന ഏതാണ്? അവർ ദുർമോഹികളാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർമോഹികളാകരുത്. നമ്മുടെ ഒരു ബുദ്ധിപദേശം പറയുകയാണ്. കൊരിന്ത്യ സഭയോട് പറയുന്നതാണ് പൗലോസ്. എങ്കിലും ഈ AD 60 കാലഘട്ടത്തിൽ എഴുതിയ ഈ ലേഖനം ഇപ്പം 2025, ഒരു 40-35 വർഷം കഴിയുമ്പോൾ 2000 വർഷമാകും. 2000 വർഷത്തിന് മുമ്പ് എഴുതിയ വചനങ്ങളും ഒക്കെ ഇന്നും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, അവിടെ ദുർമോഹമായിരുന്നു. 2, അവർ വിഗ്രഹാരാധികളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ചരിത്രം. നമ്മൾ പറയും ഞങ്ങളെന്തോ നമ്മൾ വിഗ്രഹാരാധികളൊന്നും അല്ലല്ലോ. സ്തോത്രം. എന്നാൽ പൗലോസ് ലേഖനം പറയുന്നു, അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധന വിട്ടോടുവിൻ. ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന വിട്ടോടുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, നമ്മളൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഇതിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവേ, എൻ്റെ അകത്ത് ദ്രവ്യാഗ്രഹമുണ്ടോ? അറിയാതെയോ അറിഞ്ഞോ ഒക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ ശോധന ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ദ്രവ്യാഗ്രഹിയാണോ? സ്തോത്രം. ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. എന്നാലേ നമുക്ക് ഡെലിവറൻസ് കിട്ടത്തുള്ളൂ. നമ്മുടെ കുറവ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ആവാൻ പറ്റത്തില്ല, നമുക്ക് വിടുതൽ കിട്ടത്തില്ല. സ്തോത്രം. നമ്മുടെ വിടുതലല്ലേ എക്സ്റ്റേണൽ ഡെലിവറൻസിനാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തൻ്റെ ഒരു ഇന്റേണൽ ഡെലിവറൻസ് വേണം. നമുക്ക് കർത്താവിനെ പിശാച് പരീക്ഷിച്ചത് ഈ ലോകത്തിലെ മോഹങ്ങൾ കാണിച്ച, നിന്നെ അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം. കർത്താവ് പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു പിശാചിനോട്. 3 പരീക്ഷകളും ജയിച്ചു കർത്താവ്. കർത്താവിൻ്റെ പരിപാടി അതല്ല, നമ്മുടെ പ്ലാനും അതല്ല. സ്തോത്രം. വേഗത്തിൽ സമയത്തിൻ്റെ പരിമിതി മൂലം പെട്ടെന്ന് കടന്നു പോകുന്നു. അവർ പരസംഗം ചെയ്തു. അത് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, നമ്മൾ പക്ഷെ ചെയ്യുന്നില്ലായിരിക്കാം. 4-5 വാക്യങ്ങളോട് ചേർത്ത് വായിക്കും. അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ പിറുപിറുപ്പുള്ളവരായി തീർന്നു. സ്തോത്രം. പുറപ്പാട് 14 അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ ഈ ചെങ്കടൽ കടന്ന് ഭയങ്കര സന്തോഷം. നമുക്കും അങ്ങനെ, നമുക്ക് കുറച്ച് മെറ്റീരിയൽ ഡെലിവറൻസ് കിട്ടും, ഭയങ്കര സന്തോഷമാണ് നമുക്ക്, ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. സ്തോത്രം. ഹാപ്പി അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒക്കെ ചുമ്മാതെ പറയുന്നില്ലേ? സ്തോത്രം. നിങ്ങളുടെ സാലറി ഒന്ന് കൂട്ടി നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഹല്ലേലൂയ.
നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഒന്ന് മാറി വേറെ പൊസിഷൻ കിട്ടിയാൽ സന്തോഷിക്കാത്ത ആരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ചെങ്കടലൊക്കെ വിഭജിച്ച് അവർ മുമ്പോട്ട് വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര വർഷിപ്പ്. ഗ്ലോബേറെ ഭയങ്കര വർഷിപ്പായിരുന്നു. ഞാൻ ആലോചിക്കുക, ഇവിടെ സ്തോത്രം, ഇവിടെ പാടാത്ത ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. ഇവിടെ വരുന്നവരെല്ലാം പാട്ടുകാരാ. ഇവിടെ പാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവം അങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ നമ്മുടെ കാര്യം പോക്കാ. കാരണം സ്വർഗത്തിൽ ചെന്ന പ്രസംഗമില്ല, സ്വർഗത്തിൽ ചെന്ന പാട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പാടുന്നവരെല്ലാം രക്ഷപ്പെട്ടു. ഞങ്ങൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പാടി പ്രാക്ടീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് ആമേ, സ്തോത്രം. ഇവിടെ വാർഷിപ്പൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. ഒരു ചെങ്കടൽ, ഇത്ര വലിയ ചെങ്കടൽ, ആമേൻ, ഹല്ലേലൂയ, വിഭാഗിക്കപ്പെട്ടു. അവർ വന്നത് എവിടാ? സൂർ എന്ന് പറയുന്ന ഒരു മരുഭൂമി, ഒരു വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാണ്. അവിടെ വന്ന് 3 ദിവസമായിട്ട് വെള്ളമില്ല. നമ്മുടെയൊക്കെ അനുഭവങ്ങൾ ഇതാണ്. നമ്മൾ പലതും പല ചെങ്കടലുകൾ വിഭാഗിക്കപ്പെട്ട അടുത്തൊരു സ്റ്റേജിലെത്തിയപ്പോൾ ഒന്നും കാണാനില്ല. ഹല്ലേലൂയ. പൗലോസ് മാസിഡോണിയയിലേക്കൊരു വിളി ഉണ്ടായപ്പോൾ തുയത്തേരാ പുഴ അവിടെ കിടന്ന് കറങ്ങുക പുള്ളി. കാര്യം അവിടെ ഒരു ദർശനമുണ്ട്. കാര്യമില്ല, അവിടെ ഒരു മാസിഡോണിയയിൽ നിന്നെ ആവശ്യമുണ്ട്, മാസിഡോണിയയിലേക്ക് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാനില്ല. അവസാനം ഒരു തുയത്തേര പുഴക്കരയിൽ ഒരു പ്രാർത്ഥനാ ഗോപുരത്തിനടുത്ത് എന്നിരുന്ന്, എന്നാൽ അവിടെ നോക്കി കുറച്ച് സ്ത്രീകൾ അവിടെ പുഴക്കരയിൽ വന്നു. അവരോടങ്ങ് സുവിശേഷം പറഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ ചില സ്ഥലത്ത് എത്തുമ്പോൾ ഒന്നും കാണാൻ കഴിയത്തില്ല. മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു ഡ്രൈനസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, ഒരു സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടായിരിക്കാം, ഒരു മെറ്റീരിയൽ ഡ്രൈനസ് ഉണ്ടായിരിക്കാം. ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കരുത്. ചില ശോധനകളിൽ, ചില ഡ്രൈനസിൽ കൂടെ ഒരുപക്ഷെ നാം കടന്നു പോകും. ആമേൻ. നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ പഴയ വിശുദ്ധന്മാർ, പുതിയ നിയമ അപ്പോസ്തലന്മാർ ഒക്കെ ഇതിൽ കൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ട് അവരങ്ങനെ ലേഖനം എഴുതിയേ, വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങളെ അധികം സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്തിടുവിൻ. ആമേൻ. റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ആമേൻ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് നിത്യമായത് നിങ്ങളെ രാജകീയ പുരോഹിത വർഗമായി, റോയൽ പ്രീസ്റ്റ്ഹുഡായി, ഇവിടെയുള്ള ജാതികളെ ഭരിക്കേണ്ടത് നമ്മളൊക്കെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക യവന്മാരെയൊക്കെ ഒന്ന് ഭരിക്കാനായിട്ട്. നമ്മളെയൊക്കെ ടോർച്ചർ ചെയ്ത്, നമ്മളെയൊക്കെ പീഡിപ്പിച്ച, നമ്മളെയൊക്കെ നിന്ദിച്ച, പരിഹസിച്ച ഇവരെയൊക്കെ നമുക്കൊരു ചാൻസ് കിട്ടുമെന്നേ. ഇവിടെ ഇപ്പം കഴിഞ്ഞ് ഇവിടെ ഒരു 10, എനിക്കിപ്പം 53-54 കയറാൻ പോകുന്നു. ഞാനൊരു 10-30 വർഷത്തോടെ ഇവിടെ കാണുമായിരിക്കും. ഒന്നും നേടാൻ പോകുന്നില്ല. മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഇനി നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. നമ്മൾ നേടേണ്ടത് യേശുവിനെയാണ്. നമ്മൾ നേടേണ്ടത് ഈ വിശ്വാസത്തെയാണ്. ഈ അതിവിശുദ്ധ വിശ്വാസത്തെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി, യൂദാ പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി എൻട്രസ്റ്റ് ചെയ്ത വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണമെന്നാണ് പറയുന്നത്. എല്ലാ അപ്പോസ്തലന്മാരും ലേഖനങ്ങളും വായിച്ചു നോക്കേ. പൗലോസിന്റെ 14 ലേഖനങ്ങളും വായിച്ചു നോക്കിയേ. യൂദായുടെ, യാക്കോബിന്റെയും, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ ലേഖനം വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ 3 ലേഖനം വായിച്ചു നോക്കിയാലും അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നുള്ളതാണ്. ഞാൻ ആ ഭാഗങ്ങൾ അവർ ദൈവത്തെ പരീക്ഷിച്ചു. പുറപ്പാട് 17:12 വായിച്ചാൽ, പുറപ്പാട് 17:1-2 1-2 അവര് സീൻ വരുമ്പോൾ ദൈവം ഓരോ അത്ഭുത അടയാളമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യും. പക്ഷെ അവർക്ക് അതൊന്നും പിന്നെ ഓർമ്മയില്ല. നമ്മുടെ കൂട്ടൊക്കെ തന്നെ ഏകദേശം നമ്മൾ ഈ എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ നമ്മൾ ഈ പഴയ ഡെലിവറൻസും അത്ഭുതങ്ങളും ദൈവം നടത്തിയ വിധങ്ങളൊന്നും നമുക്ക് ഓർക്കത്തൊന്നുമില്ല. ചെങ്കടലിൽ നിന്ന് വിടിച്ചെന്നോ, ഡ്രൈനസ് മാറ്റിയെന്നോ, മരുഭൂമിയിൽ വെള്ളം ഇരുന്നപ്പം വെള്ളം തന്നെന്നോ,
അവിടെ കൈപ്പേറിയ അനുഭവത്തിൽ നമ്മളെ മധുരമാക്കിയെന്ന് ഇതൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. നമ്മൾ പിന്നെയും അടുത്ത സ്ഥലത്ത് അവിടെ എന്തില്ല, വെള്ളമില്ല. രഫീദീമിൽ പാളയം ഇറങ്ങിയപ്പോൾ വായിച്ചത് ദൈവദാസനെ, അവിടെയും പ്രശ്നം, കുടിപ്പാൻ വെള്ളമില്ല. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് പ്രതികൂലങ്ങൾ മാറി മാറി ആഞ്ഞടിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തെ ശോധന ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഫെയ്ത്തിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പലപ്പോഴൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമുക്കറിയാം എബ്രായ ബാലന്മാരുടെയും ദാനിയേലിൻ്റെയൊക്കെ ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും അവർ യേശുവിനെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? എബ്രായ ബാലന്മാർ അവർ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ കാണാത്ത അദൃശ്യനായ ഒരു ദൈവത്തെ അവർ ഫോളോ ചെയ്യുന്നേ. അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ന്യായപ്രമാണം, അല്ലെങ്കിൽ അവർക്ക് മോശ എഴുതി കൊടുത്തൊരു ന്യായപ്രമാണത്തിൽ പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ ദൈവത്തിന് വേണ്ടി എബ്രായ ബാലന്മാർ ഇറങ്ങി നിൽക്കുന്നു. ഹോളിനെസ് നോക്കിയാൽ അവരെ വെല്ലാൻ ആരുമില്ല. അവർ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഇന്നവരാണ് എബ്രായ ബാലന്മാർ. രാജാവിൻ്റെ ശാഖപദാർത്ഥങ്ങൾ, വെജിറ്റബിൾ കഴിക്കത്തില്ല. രാജാവിൻ്റെ ഭോജനങ്ങൾ, പാനീയങ്ങൾ, ഇവൻ്റെ ലഹരിയുള്ള ഒരു വീഞ്ഞ് ഞങ്ങൾ കഴിക്കത്തില്ല. ഞങ്ങൾ വെജിറ്റബിൾ കഴിച്ചോളാം എന്നാണ് പറയുന്നത്, ശാഖപദാർത്ഥങ്ങൾ. സ്തോത്രം. അവർ കർത്താവിന് വേണ്ടി നിന്നവരാണ്. അവരെ പിടിച്ച് തീച്ചുളയ്ക്കകത്തിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നു 1:10-13, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കുന്ന പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് അതിന് സമ്മതിക്കത്തില്ല ദൈവം. കോതമ്പ് മണി പോലെ പാറ്റാൻ നമ്മളെ അനുവദിക്കത്തില്ല ദൈവം. യോവിനെ പാറ്റിയതുപോലെ പാറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നിന്നെ അങ്ങനെ പാറ്റാൻ കൂടെ നിന്റെ വിശ്വാസം പോകും. നീ നാളെ യേശുവിനെ തള്ളിപ്പറഞ്ഞു പോകും. സ്തോത്രം. കോതമ്പൊണികളൊക്കെ നമ്മളിട്ട് പാറ്റി നോക്കി. എബ്രായ ബാലന്മാരെ തീച്ചുളയ്ക്കകത്ത് എറിഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞു, പിശാച് പറഞ്ഞു, അവരെ തീച്ചുളയിൽ നീ എറിഞ്ഞു കൊടുത്തു. പക്ഷേ അവരുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അവരുടെ വിശ്വാസം ഡിക്ലെയർ ചെയ്തു, നീ ഞങ്ങളെ തീച്ചുള ഇട്ടാലും നിന്നെ ഞങ്ങൾ സേവിക്കത്തില്ല. നമ്മൾ തീരുമാനമെടുക്കണം, ഈ ലോകത്തെ നമ്മൾ സേവിക്കത്തില്ല, നമ്മൾ യേശുവിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന്. ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനകത്ത് യേശു ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ കഷ്ടത അനുഭവിച്ചോ, ക്രൂശിൽ അവൻ നഗ്നനായി തീർന്നോ, ക്രൂശിൽ ദാഹിച്ചോ, അവന് ദാഹമുണ്ടായിരുന്നു, അവന് വിശപ്പറിയാമായിരുന്നു. മനുഷ്യന്റെ സകല വേദനകളെയും അറിയുന്ന മനുഷ്യത്വം, സ്തോത്രം, ദൈവത്തിന്റെ മനുഷ്യത്വമാണ് യേശു ക്രിസ്തു. അവനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളെ തീച്ചൂളയിൽ എറിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് വേണ്ടി നാലാമനായി യേശു ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, അവരുടെ തലയിലെ ഒരു രോമം പോലും കത്തിപ്പോകാതെ പുറത്തു കൊണ്ടുവന്നു. 276 പേരുടെ കപ്പൽ യാത്രയിൽ പൗലോസ് പറയാ, നിങ്ങളുടെ പൗലോസ് ദൈവദാസൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾ ഫെയിലായി പോയി. പലപ്പോഴും നമ്മുടെ ഹോളിനെസ് പ്രാക്ടിക്കൽ ലൈഫിൽ പരാജയപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കംപ്ലൈന്റ് ഉള്ളവരായി തീർന്നു, പിറുവിറുക്കുന്നവരായി തീർന്നു. അവർ ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് മോശ പറയുന്നു, നിങ്ങൾ കലഹിക്കുന്നത്, നിങ്ങൾ വഴക്കടിക്കുന്നത്, നിങ്ങൾ പിറുവിറുക്കുന്നത്, നിങ്ങൾ പിറുവിറുക്കുന്നത് ദൈവത്തോട് മത്സരിക്കുന്നതിന് തുല്യമാണ്. അവരവരെ പിറുവിറുത്തു. 17-ാം അധ്യായം, സമയത്തിൻ്റെ ചുരുക്കം മൂലം പെട്ടെന്ന് കടന്നു പോകുന്നു. നമുക്ക് ബുദ്ധിപദേശത്തിന് എഴുതിയിരിക്കുന്നു, നാം എങ്ങനെ നിൽക്കാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം ഒന്ന് ഓടിച്ച് വായിച്ചുകൊണ്ട്, സ്തോത്രം, 10 മിനിറ്റൂടെ എനിക്ക് ദിവസം വന്നിട്ടുണ്ട്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. നാം എങ്ങനെ നിൽക്കണം? നിങ്ങളോ പ്രിയമുള്ളവരെ, ഒന്ന് നമ്മുടെ അടിസ്ഥാനം ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുന്നൊരു വിശ്വാസത്തിലെ അടിസ്ഥാനമാക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിളിച്ചിരിക്കുന്നത് അതാണ്. കഴിഞ്ഞ ആഴ്ചയും നിത്യജീവനെ കുറിച്ച് കേട്ടു, ഈ ആഴ്ചയും നിത്യജീവനെ കുറിച്ച് കേട്ടു. അല്ല, എറ്റേണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് രാവിലെ ആ മെസ്സേജ് തന്നെ നമ്മൾ കേട്ടത്. അപ്പം അവിടെ പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം. അതാ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത മെസ്സേജ് അതാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ പിതാവിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം എഴുതുമ്പോൾ പറയുന്നേ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നറിയുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തെ ആധാരമാക്കി എഴുതിയത്. ഈ കർത്താവിൻ്റെ മെസ്സേജാ പൗലോസ് കോട്ട് ചെയ്യുന്നത് അവിടെ എന്നാണ് എൻ്റെ ഉള്ളിലെ വിശ്വാസം. അപ്പൊ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ നമുക്ക് നിത്യമായ ഒരു കെട്ടിടമുണ്ട്. ഇതാണ് അതിവിശുദ്ധ വിശ്വാസം. ഈ ലോകത്തിൽ നമ്മളെ ദൈവം നടത്തും, അത് വിശ്വസിക്കുന്ന ഒരു തെറ്റുമില്ല, പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നാം സൗഖ്യമാകും. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നമുക്ക് വിടുതലുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ അടിസ്ഥാനം, ആധാരം അതിവിശുദ്ധ വിശ്വാസമാണ്. ഈ ആധാരമില്ലാതെ ഒരു സാധനം ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വസ്തു 10 ഏക്കർ ഉണ്ടെങ്കിൽ ആധാരം ഇല്ലെങ്കിൽ ഒരുത്തിനും കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പണ്ടൊരു കോർട്ടിൽ ഒരാൾക്ക് എന്തോ ദേഷ്യം വന്നിട്ട് ആധാരമില്ല, കീധാരമില്ലെന്ന് പറഞ്ഞു. കോർട്ട് ലക്ഷ്യത്തിന് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ആധാരം പൊതിയുന്ന പേപ്പറാ കീധാരം എന്ന് പറയുന്നത്. അവിടെ അത് കേസ് ആ ലക്ഷ്യം ഇല്ലാതായി. ഇപ്പം ഞാൻ അതങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ആധാരം, ഇത് ക്രയവിക്രയം ചെയ്യണമെങ്കിൽ, ഇത് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ, ഇത് കർത്താവുമായിട്ട് കൈമാറ്റം ചെയ്യണമെങ്കിൽ നമുക്കൊരു ആധാരം ഉണ്ടായിരിക്കണം. നമ്മുടെ ആധാരം ആദിവിശുദ്ധ വിശ്വാസമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ വരുമ്പോഴേ അറിയാം കർത്താവ് നമ്മൾ എന്തിനാ വന്നേന്നറിയാം. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ സഭായത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിനറിയാം. എൻ്റെ ഹൃദയം കർത്താവിനറിയാം ഞാൻ എന്തിനാ വന്നേ. സ്തോത്രം. അടുത്ത ആഴ്ച മിനിയുടെ PCA അതിൽ നിന്ന് RN ആവണം, അതൊക്കെ കർത്താവിനറിയാം. അല്ലെങ്കിൽ RNൻ്റെ പൊസിഷൻ വേറെ എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി മറ്റൊരു പൊസിഷൻ ഉണ്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ രോഗസൗഖ്യമാണ്. അതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ മുഴുവൻ കർത്താവിനറിയാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ട അതിവിശുദ്ധ വിശ്വാസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എത്ര സമയമുണ്ട് നമുക്ക് അറിയത്തില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ അതിവിശ്വാസത്തെ നമ്മൾ ആധാരമാക്കി, അടുത്ത വാക്യം പെട്ടെന്ന് നമ്മൾ, എനിക്കൊരു 7 മിനിറ്റോടുണ്ട്. സ്തോത്രം. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. നമ്മുടെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ നമുക്കുണ്ടാകണം. നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നമ്മളൊക്കെ നോക്കുന്നവരാണ്. പക്ഷേ ഇതിനകത്തൊന്നും കൂടുതൽ സമയം ചെലവഴിച്ചാൽ പിശാച് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ ആത്മീക വർധന നഷ്ടപ്പെടാനിടയുണ്ട്. ഒത്തിരി സമയം വേണ്ടാത്തത് നമ്മൾ കേൾക്കാൻ പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, എനിക്ക് സകലത്തിനും കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സിനിമ കണ്ടാലോ സീരിയൽ കണ്ടാലോ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയവർത്തനം ഉണ്ടാവും? നമുക്ക് ആത്മീക വർധന ഉണ്ടാകുന്നത് മാത്രമേ നമ്മൾ കാണാവൂ, കേൾക്കാവൂ. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മടങ്ങി വരാൻ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ. നമ്മുടെ സമയങ്ങൾ വെറുതെ പാഴിപ്പോകാതെ. സ്തോത്രം, ഹല്ലേലൂയ. അത് ആമേൻ. പൗലോസ് പറയുന്നു, നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന് കേട്ടതാണ്. എന്തിനാ? നമുക്ക് ആത്മീക വർധന ഉണ്ടാകണം. സ്തോത്രം. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പം ഫിലിപ്പച്ച എഴുന്നേറ്റ് എന്ന് പറയുമ്പം എനിക്ക് ചിലപ്പോൾ ഇത് ബലമായിരിക്കും. തോംബ്രർ 2 വാക്ക് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ബലമായിരിക്കും. എബ്രാം ബേറും നോബേറും അരുൺ ബേറും ഒക്കെ വിലവേറും ഒക്കെ അതുപോലെ സൗരിമാർ നിങ്ങളൊക്കെ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അതൊരു വലിയ ബലമാണ്. നമ്മുടെ സീമോനൊക്കെ എന്ന് പ്രബോധിപ്പിക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു ബലമാണ്, ഒരു ദൈവവചനമാണ്. സ്തോത്രം.
അപ്പം നമ്മൾ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ നമുക്ക് ആത്മീക വർധനവുണ്ടാകും. നമ്മളത് കേൾക്കുമ്പോൾ ഒരു എഡിഫിക്കേഷൻ വരും. ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യും, എവിടെയാണ് എൻ്റെ കുറവുകൾ കാണാൻ പറ്റും, നമുക്ക് ഇന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സിനിമയും നാടകവും സീലും കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഒരു കാലത്തും ആത്മീയ വർധനമുണ്ട്. നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ വരും കർത്താവിന്. ഞാൻ നിങ്ങൾ കാണുന്നവരെന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെല്ലാം അങ്ങനെയുള്ള ആൾക്കാരല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. രണ്ടാമത്തെ ഭാഗം പെട്ടെന്ന് വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എഫേസ്യർ 6-ാം-അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 6:18 പെട്ടെന്ന് വായിക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. താന്താസ് സകല പ്രാർത്ഥനയാലും യാതനയാലും അറ്റ് ഓൾവേസ്. അവിടെ നമ്മൾ പറയും 24 hours പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ഉറങ്ങിക്കിടക്കാൻ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പൗലോസിനെ കുറിച്ചല്ല പറയുന്നത്. ഈ പ്രാർത്ഥിക്കുന്നതിന് ഒരു ടൈം പീരീഡോ സമയങ്ങളൊന്നുമില്ല, ഒരു നിയമമില്ല പ്രാർത്ഥിക്കുന്നതിന്. ഇന്ന സമയത്തിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ. അത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാം 3 മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പറയുന്നത് പ്രാർത്ഥിച്ചോണം. 2 മണിക്കോ 5 മണിക്കോ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ആ സമയത്തിരുന്ന് പ്രാർത്ഥിച്ചോണം. അത് വേറെ വിഷയം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആത്മാവിൽ പ്രാർത്ഥിക്കും. പൗലോസ് ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന അറിയാൻ ഒരു ഓടപ്രാർത്ഥന എന്ന് ഒരു ചുമ്മാ ഒരു പൊത്തുവരുത്ത പ്രേരണയാണ് ഈ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നാം ദൈവശബ്ദം കേൾക്കുന്നത്, ദൈവിക വിടുതൽ അനുഭവിക്കുന്നത്, ദൈവിക ദർശനങ്ങൾ കാണുന്നത്, ദൈവിക ഗോഡ്സ് പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം ചോദിക്കും, പാസ്റ്റർ നിങ്ങൾ എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ? നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കും. നിങ്ങൾ അടുക്കള വയ്ക്കുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് പ്രാർത്ഥിക്കാമല്ലോ. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചൂടെ? നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറിനകത്ത് പ്രാർത്ഥിച്ചൂടെ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വിട്ടുപോകുവാനിടയായിത്തീരും. കാരണം നിങ്ങൾ വഹിക്കുന്നത് യേശുവിനെയാണ്. നിങ്ങൾ യേശുവിനെ കാരിയറായിട്ട് കൊണ്ട് കിടക്കുകയാണ്. യേശുവിനെ വഹിക്കുന്നവരാണ്. നമ്മൾ കാരിയറാണ്. യേശുവിനെ കൊണ്ട് നടക്കുന്ന കാരിയേഴ്സാണ്. നിങ്ങളുടെ ഓഫീസിൽ നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളെ തകർക്കുന്ന ആത്മശക്തിയാണ് നമ്മുടെ അകത്ത് പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഇരുട്ടുകൾ മാറാനിടയായിത്തീരും. നിങ്ങളുടെ ഓഫീസിലെ ഇരുട്ടുകൾ മാറുവാനിടയായിത്തീരും. നിങ്ങളുടെ അകത്തൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ അത് വിവരിക്കാൻ സമയത്തുകൊണ്ട് വിവരിക്കുന്നില്ല. സ്തോത്രം. പിന്നീടൊരു അവസരത്തിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം പെട്ടെന്ന് വായിച്ച അവസാനിപ്പിക്കും. നിത്യജീവനായി കാത്തിരിക്കുക. അതാണ് പൗലോസ് പറയാണ്. തിമോഥെയോസിനോട് പറയുന്നു, സ്തോത്രം, നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ സ്തോത്രം വിളിക്കപ്പെട്ട് നല്ല സ്വീകാരം കഴിച്ചല്ലോ. അതുകൊണ്ട് അവിടെ പറയുന്നു, നീ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമ്മളെപ്പോഴും പിടിക്കേണ്ടേ അതാ. നമ്മളതിനെ സ്തോത്രം ചെയ്യണം. നമ്മൾ പിടിക്കേണ്ടത് അതിനെയാണ്. നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്തോത്രം ദൈവരാജ്യം ഏറ്റവും വലുത് കണ്ടപ്പോൾ സ്തോത്രം ഒരു നിധിയോട് ഉപമിച്ചു. കർത്താൻദാസൻ അൽപസ് ഫണ്ട് ഇവിടെ പ്രസംഗിച്ചാണ്. സ്തോത്രം, നിധിയെ ഒരു വയലിനകത്താന്ന് കണ്ടപ്പോൾ ആ വയൽ മൊത്തം സ്വന്തമാക്കി. എന്തിനാ? ആ നിധി എടുക്കാനായി. പിന്നെ ആരും അതിനകത്ത് ഇറക്കി ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മളിതിനെ നിധിയായി കണ്ടാൽ, നിത്യജീവനെ ഒരു നിധിയായി കണ്ടാൽ, സ്തോത്രം, ഹല്ലേലൂയ, നിത്യജീവനായി നിങ്ങൾ വിളിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആ ഭാഗം ഒന്ന് വായിച്ച അവസാനം. ദൈവസ്നേഹത്തിൽ നമ്മളെ സൂക്ഷിച്ചു. നാം വീഴാതിരിക്കാനുള്ള ഉപദേശമാണ് യൂദാ തരുന്നത്. നിൽക്കുന്നെന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് സ്വന്തമായി നിൽക്കുവാൻ കഴിയത്തില്ല. നാം ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പാ, എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല,
എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല, എനിക്ക് ദൈവവചനം വായിക്കുവാൻ കഴിയുന്നില്ല. പല ശോധനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു എൻ്റെ മനസ്സിനെ വല്ലാതെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും, എൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നു. അബ്ബാ, നിൻ്റെ കരുണ എൻ്റെ മേൽ ചൊരിയണമേ. ആ മേഴ്സിക്ക് ഹല്ലേലൂയ. അവിടെ അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന 1:24 ഇപ്രകാരം യൂദ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് വായിച്ച് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി നിർത്തേണ്ട, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് ആമേൻ. ഒരു ആശീർവാദം, ഒരു ബെനഡിക്ഷനാണ് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി, നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടത് യൂദ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ യേശുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ വീഴാതെ വണ്ണം നമ്മൾ പറയണം, കർത്താവേ നീ എന്നെ താങ്ങി നിർത്തിയതിനായി സ്തോത്രം, നിന്റെ കരുണ, നിന്റെ മേഴ്സി എൻ്റെ മേലുള്ളതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ആമേ ഹല്ലേലൂയ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.